ഹലോ, അപ്പോൾ ഞാനിന്ന് ചെയ്യുന്ന ഉപ്പുമാവാണ്. റവയും കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ വൈകുന്നേരം വരെ ഇരുന്നാലും നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു ഉപ്പുമാവാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉപ്പുമാവ് ചെയ്യാനറിയാം. അപ്പം ഞാൻ ചെയ്യുന്ന ഇത് നല്ല മയത്തോടു കൂടി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ. ഇത് എന്താ പറയുക, വൈകുന്നേരം വരെ ഇത് പഞ്ഞി പോലെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഇൻഗ്രീഡിയൻസാണ് ചേർക്കേണ്ടത്. അത് ഞാൻ ഇത് റെസിപ്പി കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു തരാം. അപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ്, ഉണക്കമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ കൊച്ചുള്ളി അല്ലെങ്കിൽ സവാള ഉപയോഗിക്കാം, കുറച്ച് തേങ്ങ, കശുവണ്ടി, മുന്തിരി, ഈ 2 ഓപ്ഷനാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടി ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യലുണ്ട്, അതെല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. അത് ചേർത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉപ്പുമാവ് ഹാർഡാവത്തില്ല. എല്ലാവർക്കും ഉപ്പുമാവ് എന്താ പറയുക, വളരെ കഴിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. പഴം വേണം, അല്ലെങ്കിൽ കറി വേണം. ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട, നമുക്ക് വെറുതെ നമുക്ക് കോരി തിന്നാലും നമുക്ക് ഇത്രത്തോളം മടുപ്പ് വരത്തില്ല. അതുപോലൊരു ഉപ്പുമാവാണ്. അപ്പോൾ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഉപയോഗിച്ചാൽ, ചെറിയ ചെറിയ ചേഞ്ചസൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് വരെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഞാൻ എന്താ പറയുക, കശുവണ്ടി, മുന്തിരി ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുകയാണ്. മുന്തിരി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ്, അതാണ് ജസ്റ്റ് പൊട്ടുന്ന വെള്ളമയമുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഞാനിത് ഇട്ടതാണ്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആകുമല്ലോ ഉപ്പുമാവ്, അതിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്കിത് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടാലും കഴിക്കുമ്പോഴും നല്ല ഒരു എന്താ പറയുക, സോഫ്റ്റ്നെസ്സാണ്. അപ്പോൾ ഉപ്പുമാവ് എത്ര ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്, കുക്കിംഗ് ഓയിൽ ഏതും ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് കടുക് വറുത്തു, അതിന് ശേഷം നമ്മുടെ ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽമുളകെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പച്ചമുളക് ചേർക്കുന്നവർക്ക് അത് ചേർക്കാം. പിന്നെ ഉള്ളി, അതുപോലെ തന്നെ ക്യാരറ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അധികം കരിഞ്ഞു പോകാത്ത രീതിക്ക് വഴറ്റണം. പിന്നെ നമ്മളെപ്പോഴും ഉപ്പുമാവ് ചെയ്യുമ്പോൾ റവ നന്നായിട്ട് തന്നെ കരിഞ്ഞു പോകാണ്ട് നല്ല കുറച്ചുകൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഉപ്പുമാവ് നല്ല ടേസ്റ്റി ആയിരിക്കും. 2 രീതിക്കും നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം. കുറച്ചൊന്ന് റവ വറുത്തതും നന്നായിട്ടൊന്ന് വറുത്ത റവയും തമ്മിൽ ടേസ്റ്റിന് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും റവ വറുക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, കുറഞ്ഞ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം വറുത്തെടുക്കാറുണ്ട്. അപ്പം നമ്മളെല്ലാം ക്യാരറ്റും പച്ചമുളകും എല്ലാം ചേർത്തു. ഇതാണ് സ്പെഷ്യൽ. നമ്മുടെ സേമിയ പായസമൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന സേമിയ അല്ലെങ്കിൽ വെർമിസെല്ലി, ഇതാണ് ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഇത് ഫ്രൈ ചെയ്തതല്ല, ഫ്രൈ ചെയ്യാത്തതായതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ ക്യാരറ്റും എല്ലാം മൂത്ത് വന്നതിൻ്റെ അകത്തോട്ട് ഇതിടുക. ഇത് നമ്മൾ എടുത്തേക്കുന്ന അളവെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര റവ എടുത്തിട്ടുണ്ടോ അതിൻ്റെ 1/4 ഭാഗം. ഇപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ടെങ്കിൽ 1/4 കപ്പ് സേമിയ. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ട് ഇത് തേങ്ങയാണ്. തേങ്ങ കുറച്ച് വെള്ളവും ചേർത്തൊന്ന് കൈവച്ചിട്ട് നന്നായിട്ട് ഞെരടി ആണ് ചേർക്കുന്നത്. അപ്പം എന്താ പറയുക, അതിൻ്റെ തേങ്ങാപ്പാലൊന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോൾ തന്നെ വെറുതെ നമ്മൾ തേങ്ങ ഇടുന്നേ കഴിഞ്ഞും ടേസ്റ്റ് കൂടുതലാണ്. ഇനി നമ്മൾ വെള്ളം ചേർക്കുന്നത് എന്താ പറയുക, നോർമലി നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ചേർക്കുന്ന വെള്ളത്തെ കഴിഞ്ഞ് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ അര കപ്പ് വേണ്ട, 1/4 കപ്പിലും കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർക്കണം. നമ്മുടെ സേമിയ ഇട്ടതുണ്ട്, അതൊന്ന് വേകണം. അധികം വെന്ത് കുഴയണ്ട, നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന രീതിക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ എക്സ്ട്രാ ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിന് ഉപ്പിടുക. ഈ ഉപ്പിട്ടതിന് ശേഷം ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ ആ വെള്ളത്തിന് ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ക്യാരറ്റിൻ്റെയൊക്കെ ഒരു ഇതുണ്ടല്ലോ. ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നതാണ് ഒരു പിഞ്ച് എന്താ പറയുക, മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ എപ്പോഴും ഉപ്പുമാവ് ചേർക്കുമ്പോൾ ഉണ്ടാക്കും. വെളുത്തിരിക്കുന്ന ഉപ്പുമാവ് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കും. അതിനുശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് ആ സേമിയ ഒന്ന് വേവണം. അധികം പായസത്തിലൊക്കെ പോലെ വെന്ത് കുഴയണ്ട. നമുക്ക് ജസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കൈ വെച്ചിട്ട് നമുക്കൊന്ന് മുറിയുന്ന പരുവമായാൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആവശ്യത്തിൽ വെന്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കുക. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, എത്ര ഉപ്പുമാവ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇത് കഴിക്കാൻ തോന്നും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം ഉപ്പുമാവൊന്നും ഉണ്ടാക്കാൻ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഉപയോഗിക്കുക. ആഴ്ചയിൽ ഒരിക്കലും എല്ലാവരുടെയും വീട്ടിൽ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കും. എൻ്റെ വീട്ടിലും അതുപോലെയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്താലാണ് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാകുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 1 മിനിറ്റ് സിമ്മിലിട്ടതിന് ശേഷം 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് മൂടി വെക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റായിരിക്കും.
1 കപ്പ് എടുത്തെങ്കിൽ 2 കപ്പ് വെള്ളമാണ് സാധാരണ, ഇരട്ടി വെള്ളമാണ് ഉപ്പുമാവിന് എല്ലാവരും ചേർക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട് സേമിയയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇത് നന്നായിട്ട് ഒരു സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. കട്ട പിടിക്കാത്ത രീതിക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എല്ലാവരുടെയും വീട്ടിൽ സേമിയ സ്റ്റോക്ക് ഉണ്ടാവും. അതൊന്ന് ചേർത്തിട്ടൊന്ന് നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. അപ്പം പിന്നെ ഓപ്ഷനായിട്ടുള്ള കശുവണ്ടി മുന്തിരി ഇത് വെറുതെ അങ്ങ് വറുത്ത് വെച്ചേക്കുന്നത് വെറുതെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടി ലൈറ്റിൻ്റെ പ്രോബ്ലം കാരണമാണ് കുറച്ചും കൂടി ഒരു യെല്ലോയിഷ് കളറിലാണ് ഇതുള്ളത്. ഇത് കിച്ചണിലെ ലൈറ്റ് പ്രോബ്ലം കൊണ്ട് കുറച്ച് ലൈറ്റ് കളറിലാണ് കാണുന്നത്. നമുക്ക് കളർ കൂടുതൽ വേണം, കുറച്ച് വേണം, അതനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. നമുക്ക് തന്നെ രാവിലെ ഉണ്ടാക്കി വെച്ച ഉപ്പുമാവ് ബാലൻസ് വൈകുന്നേരം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിക്കാം. കാരണം ഇത് ഹാർഡാവത്തില്ല. സാധാരണ റവ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ഹാർഡാവത്തില്ല. ഇതൊക്കെ നല്ല മയമാണ്. നമ്മൾ ചേർത്ത എണ്ണയൊക്കെ നമ്മുടെ കയ്യിലിങ്ങനെ പറ്റുന്നുണ്ട്. കുറച്ച് ഓയിലേ ചേർത്തിട്ടുള്ളൂ, എങ്കിൽ പോലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഈസി ആയിട്ട് ഇത് ഞാൻ വീട്ടിലിങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.